Good morning. Today going to talk about pilot project. Medical sociology എന്ന സബ്ജക്റ്റിലെ 4th യൂണിറ്റിലെ പോർഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. പൈലറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രൊജക്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ നടത്തുന്ന ചെറിയ ചെറിയ പ്രൊജക്റ്റുകളെയാണ് നമ്മൾ പൈലറ്റ് പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത്. ടു സ്ട്രെങ്തൻ ദ സെക്കൻഡറി ഹെൽത്ത് കെയർ സിസ്റ്റം, പ്രൈമറി ഹെൽത്ത് കെയർ നമ്മളൊരുവിധം അച്ചീവ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെക്കൻഡറി ഹെൽത്ത് കെയർ അച്ചീവ് ചെയ്യാൻ വേണ്ടി ഗവൺമെൻറ് ഹാസ് സ്റ്റാർട്ടഡ് സ്റ്റേറ്റ് ഹെൽത്ത് സിസ്റ്റംസ്. ആന്ധ്രാപ്രദേശ്, കർണാടക, വെസ്റ്റ് ബംഗാൾ, ഒറീസ അങ്ങനെയുള്ള ചില സ്റ്റേറ്റുകളെ സെലക്ട് ചെയ്ത് അവർക്ക് വേൾഡ് ബാങ്കിൻ്റെ അസിസ്റ്റൻസോട് കൂടിയിട്ട് നമ്മൾ ഡിസീസ് കൺട്രോൾ ചെയ്യാനുള്ള ശ്രമങ്ങൾ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ഡിസ്ട്രിക്ട്സ് ആൻഡ് സ്റ്റേറ്റ് ലെവൽ പൈലറ്റ് പ്രൊജക്ട്സ് സ്റ്റാർട്ട് ചെയ്തു. ഓരോ ഡിസ്ട്രിക്റ്റുകളും മധ്യപ്രദേശ്, ആന്ധ്രാപ്രദേശ്, മഹാരാഷ്ട്ര, ബീഹാർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ അതിൻ്റെ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന ഗോളിലേക്ക് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇനി റെഗുലേഷൻ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പബ്ലിക് ഹെൽത്ത്. പബ്ലിക് ഹെൽത്തിന് ഗുഡ് സിസ്റ്റം റെഗുലേഷൻ ഈസ് ഫണ്ടമെൻ്റൽ സക്സസ്ഫുൾ ഓഫ് പബ്ലിക് അക്കൗണ്ട്സ്. അതായത് ഗുഡ് സിസ്റ്റം ഫോളോ ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന് കൃത്യമായ റെഗുലേഷൻസ് കൊണ്ടുവരണം. വാട്ടർ ക്വാളിറ്റി മോണിറ്റർ ചെയ്യാനുള്ള, സ്ലോട്ടർ ഹൗസ് ഹൈജീൻ, ഫുഡ് സേഫ്റ്റി. അപ്പോൾ അങ്ങനെയുള്ള അറവുശാലകൾ, അതുപോലെ തന്നെയുള്ള ഫുഡ് സേഫ്റ്റി, പിന്നെ അതേപോലെ തന്നെയുള്ള ക്വാളിറ്റി വാട്ടർ ക്വാളിറ്റി, അങ്ങനെയുള്ള സാനിറ്റൈസേഷൻ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള പൂറായിട്ടുള്ള സിസ്റ്റമാണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് അതിനുള്ള ഫിനാൻസ് പ്രൊവൈഡ് ചെയ്ത് നമ്മളത് കൃത്യമായിട്ട് റെഗുലേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഹെൽത്ത് പ്രൊമോഷൻ, HIV എയ്ഡ്സിനൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അതൊക്കെ യൂത്തിന് ഡേഞ്ചേഴ്സ് പ്രോബ്ലമാണ്. അതുപോലെ സ്മോക്കിൻ്റെ പ്രോബ്ലം, അതൊക്കെ യൂത്തിനുള്ള പ്രോബ്ലമാണ്. അതൊക്കെ ഓവർകം ചെയ്യാനുള്ള മെഷേഴ്സ് നമ്മൾ കണ്ടക്ട് ചെയ്തു. ഡിഫറെൻറ്റ് ഡേയ്സ് നടത്തിയിട്ട് ആ ഡേയ്സിൽ അതിനുള്ള പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടത്തുക. ഡയബറ്റിക് ഡേ, ഹെർട്ട് ഡേ, അങ്ങനെയുള്ള എയ്ഡ്സ് ഡേ ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയുള്ള ദിവസങ്ങളിൽ ഇതിനുള്ള ശ്രമങ്ങൾ കൂടുതലായിട്ടുള്ള പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യുക. പിന്നെ ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് കപ്പാസിറ്റി ഡെവലപ്മെൻറ്റ്, എഡ്യൂക്കേഷനാണ് ഇവിടെ പറയുന്നത്. അത് മെയിനായിട്ട് ഇതിൻ്റെയുള്ള പ്രശ്നങ്ങൾ ക്വാളിഫൈഡ് ആയിട്ടുള്ള സ്റ്റാഫ് ഇല്ല എന്നുള്ള, ട്രെയിനിങ് ഫെസിലിറ്റീസൊക്കെ കുറവാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുക, ലീഡർഷിപ്പ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുക. പിന്നെ പബ്ലിക് ഹെൽത്ത് പോളിസീസ് യുണൈറ്റഡ് സ്റ്റേറ്റിൽ ഹെൽത്തി പീപ്പിൾ 2010 എന്ന് പറയുന്നതിനെ ഫോളോ ചെയ്തിട്ട് ബെറ്റർ ഹെൽത്ത് ഫോർ ഓൾ എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇനി റോൾ ഓഫ് ഗവൺമെൻറ് എനേബിളിംഗ് ഇൻ്റർസെക്ടറൽ കോർഡിനേഷൻ ടുവാർഡ്സ് ദ പബ്ലിക് ഹെൽത്തിനെ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന റോൾ എന്താണ്? ഒന്ന് സോഷ്യൽ ഡിറ്റർമിനൻറ്റ്, സൊസൈറ്റിയുടെ ഉത്തരവാദിത്തം. അതിനെ ഏറ്റവും നന്നായിട്ട് എക്സാമ്പിളായിട്ട് ചെയ്യുന്നത് കേരളയാണ്. പിന്നെ ലിവിങ് കണ്ടീഷൻ ഇമ്പ്രൂവ് ചെയ്യുക, വാട്ടറും സാനിറ്റൈസേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക. അർബൻ പ്ലാനിങ്, അതായത് നമുക്ക് സ്വീവേജ്, വാട്ടർ സപ്ലൈ ടൗൺ ഏരിയൽസിനൊക്കെ ആകുമ്പോൾ അതിനുള്ള വേസ്റ്റ് കളയാനുള്ള സ്ഥലങ്ങളൊക്കെ കുറവായിരിക്കും. അതുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. ജവഹർലാൽ നെഹ്റു നാഷണൽ അർബൻ റിന്യൂവൽ മിഷൻ 35 cities ടു ഡെവലപ്പ് ഫിനാൻഷ്യലി സസ്റ്റൈനബിൾ സിറ്റീസ് തുടങ്ങി. പിന്നെ റിവൈവൽ ഓഫ് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ ലിവ്ലിഹുഡ്. അവിടുത്തെ റൂറൽ ഏരിയാസിലൊക്കെ ഇപ്പോഴും എന്ത് ചെയ്യുന്നില്ല, അഗ്രികൾച്ചറൽ മെക്കാനിസംസും എഫിഷ്യൻസി ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ പഴയ രീതികൾ തന്നെയാണ് അവർ ഫോളോ ചെയ്ത് വരുന്നത് റൂറൽ ഏരിയാസിൽ. അപ്പോൾ അതൊക്കെ മാറ്റിയിട്ട് റിവൈവ് ചെയ്തിട്ട് പുതിയ മെത്തേഡുകളും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. പിന്നെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻ, 14 വയസ്സ് വരെ സർവശിക്ഷ അഭിയാൻ്റെ കീഴിൽ നമ്മൾ എന്ത് ചെയ്യുക, എഡ്യൂക്കേഷൻ കൊടുക്കുക. അപ്പോൾ അതിലൂടെ നമ്മൾ കുറേ ഹെൽത്ത് എഡ്യൂക്കേഷനും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ന്യൂട്രീഷൻ ആൻഡ് ഏർലി ചൈൽഡ്ഹുഡ് ഡെവലപ്മെൻറ്റ്, അംഗൻവാടികളിലൂടെയൊക്കെ നമ്മൾ 5 വയസ്സ് വരെ ഫുഡ് കാര്യങ്ങൾ സപ്ലിമെൻറ്റ്സ് പ്രൊവൈഡ് ചെയ്യുക. അത് കുറച്ചും കൂടി കൂടുതലായിട്ട് ചെയ്യുന്നത് തമിഴ്നാട് സ്റ്റേറ്റിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ LPG കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുള്ളത് തമിഴ്നാട്ടിലൊക്കെയാണ് കൂടുതലായിട്ട് കൊടുത്തിട്ടുള്ളത്. സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ്, മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, അതായത് ഒരു വീട്ടിൽ ഒരാൾക്കെങ്കിലും 180 ദിവസമെങ്കിലും ജോലി കൊടുക്കുക എന്നുള്ളതിൽ ഒരു സെക്യൂരിറ്റി, നമുക്ക് അതിനുള്ള ഫണ്ട് കിട്ടുന്ന, വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പൈസ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെക്യൂരിറ്റി സ്കീം. ഫുഡ് സെക്യൂരിറ്റി മെഷേഴ്സ്, സ്ട്രെങ്തൻ ദ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് സിസ്റ്റം, കർവ് ദ ഇൻക്ലൂഷൻ ഓഫ് എക്സ്ക്ലൂഷൻ ഓഫ് എറേഴ്സ് ആൻഡ് ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് കമോഡിറ്റീസ്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ ലഭ്യമാക്കാൻ, സിവിൽ സപ്ലൈ വകുപ്പും റേഷൻ കടകളിലൊക്കെ ലഭ്യമാക്കാനുള്ള, ശുദ്ധമായിട്ട് സാധനം ലഭ്യമാക്കാനുള്ള മെഷേഴ്സുകൾ നമ്മൾ എടുക്കുക. അതർ സോഷ്യൽ അസിസ്റ്റൻറ്റ് പ്രോഗ്രാം, രാഷ്ട്രീയ സ്വസ്ഥ ബീമാ യോജന, ഇൻഷുറൻസ് ആണ്. ആം ആദ്മി ബീമാ യോജന, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് അൺഓർഗനൈസ്ഡ് സെക്ടറിലേക്ക് ഉള്ളതാണ്. നാഷണൽ ഓൾഡ് ഏജ് പെൻഷൻ സ്കീം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ, നമ്മൾ ഒരു സെർട്ടൺ ലെവലിൽ റൗണ്ട് റിയലൈസേഷൻ ഓഫ് ദ പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷൻ മസ്റ്റ് എൻഷുറിങ് ക്വാളിറ്റി ഓഫ് ലൈഫ് ഫോർ ഓൾ സിറ്റിസൺ. ആ ഇത് കൃത്യമായിട്ട് ജനന സ്ത്രീരക്ത കോഷ് reflect the
ഡീപ്പ് കമ്മിറ്റ്മെൻറ്റ് ഓഫ് ദ ഗവൺമെൻറ്. അപ്പോൾ അത് പോപ്പുലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ജെൻഡർ മെയിൻ സ്ട്രീമിംഗ് എംപവർമെൻറ്റ്, സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രൊട്ടക്ഷൻ കൊടുത്ത് അവരെ മുന്നിലോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. റെഡ്യൂസിങ് ഇമ്പാക്റ്റ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റ് ചേഞ്ചിനുള്ള നാഷണൽ ആക്ഷൻ പ്ലാൻസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക. അതനുസരിച്ച് ഡിപ്ലഷനൊക്കെ കുറയ്ക്കാൻ, നോൺ റിന്യൂവബിൾ എനർജി ഉപയോഗിക്കുക, ഓസോൺ ഡിപ്ലഷനൊക്കെ കുറയ്ക്കാനായിട്ട് സഹായിക്കുന്നു. മിനിസ്ട്രി ഓഫ് ഹെൽത്തൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെ കമ്മ്യൂണിറ്റി പാർട്ടിസിപ്പേഷൻ, മറ്റുള്ള കമ്മ്യൂണിറ്റികളുടെ പാർട്ടിസിപ്പേഷനോടുകൂടി, പീപ്പിൾ പാർട്ടിസിപ്പേഷനോടുകൂടി കല്യാൺ സമൃദ്ധി, അതുപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഹെൽത്ത് നീഡ്സ് ടു ഡിഫൈൻ ക്ലിയർ പോളിസി ഓഫ് സോഷ്യൽ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓപ്പറേഷണൽ മെത്തേഡ്സ്. മറ്റുള്ള സൊസൈറ്റിയിൽ ഹയർ ഇൻകം ഗ്രൂപ്പുകാരെയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഡിസീസസ് കൺട്രോൾ ചെയ്യാനുള്ള മെഷേഴ്സും കാര്യങ്ങളൊക്കെ ഇറക്കുക. പ്രൈവറ്റ് സെക്ടേഴ്സ്, സിവിൽ സൊസൈറ്റീസ്, ഗ്ലോബൽ പാർട്ട്ണർഷിപ്പ്, പ്രൈവറ്റും പബ്ലിക് സെക്ടേഴ്സും ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് ഏജൻസികളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുക. ഗവർണൻസ് ഇഷ്യൂസ്, സോഷ്യൽ സെക്യൂരിറ്റി മെഷേഴ്സ് റീച്ച് ദ intended section of the society, enumeration of below poverty line families then eligible for the vital. അതായത് ഗവൺമെൻറ് മെയിനായിട്ട് ഉണ്ടാകുന്നത് പോവർട്ടി ലെവലിന് താഴെയുള്ളവർക്കാണ് കൂടുതലായിട്ടുള്ള ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കൃത്യമായിട്ട് ഓഡിറ്റ് ചെയ്യുകയും കൃത്യമായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മെയിനായിട്ട് ഇതിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഓക്കെ, താങ്ക് യു.